യെസ്, കണ്ടോ എത്ര അടിപൊളിയായിട്ട് നമ്മുടെ ഇളനീർ പുഡിങ് വന്നിരിക്കുന്നത് കണ്ടോ. കണ്ട കിടിലൻ ജെല്ലി കേട്ടോ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതും വളരെ കുറച്ച് വിഭവങ്ങൾ മാത്രം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു കോക്കനട്ട് പുഡിങ്, അത് ഇളനീർ പുഡിങ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി നിങ്ങൾ കുറച്ച് അധികം കണ്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് ആരും ഉണ്ടാക്കാത്ത രീതിയിൽ ഞാൻ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് വിഭവത്തിലേക്ക് കിടക്കാം കേട്ടോ. ഇവിടെ കുറച്ച് ഐറ്റംസ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അത് ഞാൻ ഇത് കണ്ടോ, കുറച്ച് ഇളനീര് ഇളക്കി എടുത്തിട്ടുണ്ട്. രണ്ട് ഇളനീരിൻ്റെ എടുത്തിരിക്കുന്നത് കേട്ടോ. പഞ്ചസാര വെച്ചിട്ടുണ്ട്, ദെൻ ഇളനീരിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇളനീരിനെ ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ വളരെ ഈസി ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിലൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഒക്കെ ആക്കി മതി കേട്ടോ അറിയാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക ജാറിൽ കേട്ടോ. ഇത് വളരെ നന്നായിട്ട് തന്നെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പരിപാടി ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതൊരു പാൻ അടുപ്പത്ത് ചൂടായിരിപ്പുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 കപ്പ് നമ്മുടെ കോക്കനട്ട് വാട്ടർ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇളനീരിൻ്റെ വെള്ളം കേട്ടോ. ഇതിൽ 1 കപ്പ് 240 ml കേട്ടോ. അപ്പോൾ ഈ കോക്കനട്ട് വാട്ടർ ഒന്ന് ചൂടായി വരുന്നുണ്ടേ. അപ്പോൾ നമ്മളിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണേ. പഞ്ചസാര എത്ര നിങ്ങൾ ടേസ്റ്റിനെ ആശ്രയിച്ചിടുക കേട്ടോ. ചില തേങ്ങാവെള്ളം നല്ല മധുരം ഉണ്ടാവും, അതനുസരിച്ച് പഞ്ചസാര കുറച്ച് കൊടുക്കണം കേട്ടോ. ഇനി പഞ്ചസാരയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഈ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സ്വീറ്റ് കെയർ എന്ന് പറയുന്ന ലോ GI ഷുഗറാണ്. കൺട്രോൾസ് റൈസ് ഇൻ ബ്ലഡ് ഷുഗർ എന്ന് കാണിച്ചിരുന്നത്. ഡയബറ്റിക് പേഷ്യൻസിന് വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഷുഗറാണ്. അതായത് ഇതിൻ്റെ GI വാല്യൂ 55 താഴെയുള്ളൂ, 48 ഉള്ളൂ. അതുകൊണ്ട് ബ്ലഡ് ഷുഗർ കൂട്ടില്ല, അതുകൊണ്ട് സേഫായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഞാനത് ഉപയോഗിക്കാറുള്ളൂ. ഈ പ്രോഡക്റ്റ് വാങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കും കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായി വരുന്നുണ്ട് നമ്മുടെ തേങ്ങാവെള്ളം. ഇതേ സമയം നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 3 ടീസ്പൂൺ അഗർ പൗഡറാണ്. ഈ അഗർ പൗഡർ മിക്കവാറും ഷോപ്സിൽ മേടിക്കാൻ കിട്ടുന്ന ചൈന ഗ്രാസിൻ്റെ പൗഡറാണ്. ഇൻ കേസ് അഗർ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജലാറ്റിൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ ഇത് വെജ്ജാണ്, ജലാറ്റിൻ കുറച്ച് നോൺ വെജ് ഒറിജിനാണ്. അപ്പോൾ വെജ് വേണമെങ്കിൽ അഗർ തന്നെ ഉപയോഗിക്കാം. ഇനി അഗർ പൗഡർ കിട്ടിയില്ലെങ്കിൽ ചൈന ഗ്രാസിൻ്റെ സ്റ്റിക്ക് മേടിക്കാൻ കിട്ടും. ആ സ്റ്റിക്ക് മേടിച്ചിട്ട് വെള്ളത്തിൽ അടിച്ചിട്ട് ഉരുക്കി എടുത്തിലേക്ക് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അഗർ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കണം കേട്ടോ ഇതിനെ. ഇത് മാത്രമാണ് കുറച്ചൊരു സമയം എടുക്കുന്ന പരിപാടി കേട്ടോ, നമുക്ക് ജെല്ലി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ടേ. ഈ സമയം നമ്മളിതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനെ റൂം ടെമ്പറേച്ചറിൽ എത്തുന്നവരെ തണുപ്പിക്കണം. തണുപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ അതേസമയം ഞാൻ മറ്റൊരു പാനിൽ കുറച്ച് വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇടാൻ പോകുന്നത് ഒരു 50 ഗ്രാം ചൗരിയാണ്. നമ്മുടെ ചൗരി എന്നോ സാബൂൻ റൈസ് എന്നോ സാബുദാന റൈസ് എന്നൊക്കെ പറയും. ഇത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് നിങ്ങൾ അധികാരം കണ്ടിരിക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എന്തായാലും ഇത് വേഗട്ടെ, ഇത് നമുക്ക് തണുപ്പിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ കോക്കനട്ട് പുഡിങ്ങിൻ്റെ ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് കിടക്കുകയാണ്. ഞാൻ നമ്മുടെ പൾപ്പ് നന്നാക്കി രൂപത്തിൽ 1.5 കപ്പ് ഉണ്ട് കേട്ടോ പൾപ്പ്. സാഗോ പേൾസ് കണ്ടോ, നമ്മുടെ ചൗരി കണ്ടോ, നല്ല പേൾസൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇതൊരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുകയാണേ. പശുവും പാലാണേ. അപ്പോൾ പാലൊന്ന് ചൂടായി വരുന്നുണ്ടേ. തിളക്കണ്ട, ചൂടായി വരുമ്പം തന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോക്കനട്ടിൻ്റെ പൾപ്പില്ലേ, അതിട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടേ. ഈ സമയം നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ കണ്ടൻസ്ഡ് മിൽക്ക് കയ്യിലെന്ന് വെച്ചാൽ ചെയ്യാണ്ടിരിക്കേണ്ട, പഞ്ചസാര ആയാലും മതി കേട്ടോ. ഇനി കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും പകുതി ചേർത്താലും മതി. എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടാണ് ഞാനൊരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കോ മിൽക്ക് മെയ്ഡ് ആയാലും നല്ലതാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മധുരം നോക്കിയിട്ട് അടി കൊടുക്കുക കേട്ടോ. ചിലർക്ക് പുഡിങ്ങിൽ കുറച്ച് മധുരം മതിയാവും, ചിലർക്ക് നല്ല മധുരം വേണം, അതനുസരിച്ച് അടി ചെയ്യാം കേട്ടോ. അപ്പോൾ അതും മിക്സായി കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, നമ്മുടെ സാഗോ പേളാണ് കേട്ടോ. ഒരു 50 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇട്ട് കൊടുക്കണേ. ഈ സാഗോ പേള് എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റം കേട്ടോ. പായസത്തിന് ചേർത്താൽ ഭയങ്കര ടേസ്റ്റാണ്.
അപ്പോൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതും മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്ന നമ്മുടെ ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു 4 ടീസ്പൂൺ അഗർ അഗർ പൗഡർ ഞാൻ വീണ്ടും ആഡ് ചെയ്യുന്നുണ്ട്. അഗർ അഗർ പൗഡർ മാർക്കറ്റിൽ ഇത് ഇങ്ങനെ അവൈലബിൾ ആട്ടോ. നേരത്തെ കാണിക്കാൻ മറന്നുപോയി. ഇങ്ങനെ ചെറിയ സാഷയായിട്ട് അവൈലബിൾ ആണ്. 10 ഗ്രാമാണ് വരുന്നത്. നമുക്ക് മൊത്തം ഒരു 10 ഗ്രാം തന്നെ മതിയാവും കേട്ടോ. അത് ഇട്ട് കൊടുക്കുകയാണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഫുൾ ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ടേ. ഇത് പാൽ നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ് കണ്ടോ ഇപ്പോൾ നല്ല കട്ടിക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒരു റൂം ടെമ്പറേച്ചറിൽ തണുക്കണം കേട്ടോ. നമുക്ക് ഫാനിൻ്റെ ചുവട്ടിലേക്ക് വെച്ചെടുത്ത് പെട്ടെന്ന് തണുപ്പിച്ചെടുക്കാം. എന്തായാലും തണുക്കട്ടെ. അതേസമയം നമുക്ക് വേറൊരു ചെറിയ പരിപാടി ബാക്കിയുള്ള വെച്ചാൽ നമ്മൾ നേരത്തെ ഒഴിച്ചു വെച്ച ജെല്ലി മിക്സ് ശരിക്കും അരമണിക്കൂർ വെച്ചപ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടോ. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണേ. അത്യാവശ്യം വലിയ പീസ്, തീരെ ചെറിയ പീസ് ആവരുത് കേട്ടോ കട്ട് ചെയ്യുമ്പോൾ. ഇനി ഇതിന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. സൈഡിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. യെസ്, വളരെ ഭംഗിയുള്ള ജെല്ലി പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കോക്കനട്ട് വാട്ടറിൻ്റെയാണ്. ഇങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ ടേസ്റ്റ് കേട്ടോ. മധുരമൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഇപ്പം നമ്മുടെ മിക്സ് ഇതേ തണുത്തുണ്ട് കേട്ടോ അത്യാവശ്യം. അപ്പോൾ ഇനി നമുക്കിതിനൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. ഇത് ഞാൻ ഒറ്റ മോൾഡായിട്ട് കയ്യിലില്ല, 2 എടുത്തിട്ടുണ്ടെന്ന് സെറാമിക് ഒന്ന് ഗ്ലാസ് ആണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഇത് ഇങ്ങോട്ട് കൊടുക്കുക അടിയിൽ കേട്ടോ. ആദ്യം നമ്മൾ മെല്ലെ ഈ മിക്സിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിൽ കുറച്ചും കൂടെ പീസസ് തന്നെ പുറത്താക്കിയിട്ട് കൊടുക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ കോക്കനട്ട് പുഡിംഗ് മിക്സ് ശരിക്കും മോൾഡിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഒരു ഓവർനൈറ്റ് തണുപ്പിക്കുക. ശരിക്കും പറഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു നൈറ്റ് ഫുള്ള് തണുപ്പിച്ചാൽ വളരെ നല്ലതായിരിക്കും. കുറച്ച് നേരം ആയാലും ഓക്കെ. എന്തായാലും ഇപ്പോൾ രാത്രി ഒരുപാട് ലേറ്റായി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 10 മണിയായി. അപ്പോൾ നാളെ രാവിലെ നമുക്ക് ഇതിൻ്റെ ഫൈനലുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. ഹലോ, വെൽക്കം ബാക്ക്. അങ്ങനെ ഇത് പലവിധ പരിപാടികളുടെ അവസാനം നമ്മുടെ ഇളനീർ പുഡിംഗ് ഡേ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ല ടൈറ്റായിട്ടുണ്ട് കണ്ടോ, അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതിനൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കാം. മാറ്റുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് സൈഡൊക്കെ ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ. ജസ്റ്റ് നന്നായിട്ട് ഇളകി പോരുന്നുണ്ട് കേട്ടോ അത്. അപ്പോൾ ഇന്നൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, ഞാൻ കുറച്ചും കൂടെ മധുരം ഇതിൽ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. നല്ല കുറവായിരുന്നു, അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തു. ഈ ഒരു ട്രേ ഞാൻ എൻ്റെ പുറത്തേക്കൊന്ന് കമഴ്ത്തി കൊടുത്തിട്ട് തിരിച്ചു നോക്കാം കേട്ടോ. യെസ്, കണ്ടോ എത്ര അടിപൊളിയായിട്ട് നമ്മുടെ ഇളനീർ പുഡിംഗ് വന്നിരിക്കുന്നത് കണ്ടോ. നമ്മുടെ ജെല്ലീസും നമ്മുടെ സാഗോപോൾസൊക്കെ കൂടെ വളരെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട്. നല്ല ഫോമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് പൊക്കി നോക്കുകയാണെങ്കിൽ ശരിക്കും അതിൻ്റെ ടെക്സ്ചർ നമുക്ക് അറിയാൻ പറ്റുമേ. കണ്ട കിടിലൻ ജെല്ലി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിനൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഈ സൈഡിൽ നിന്ന് കട്ട് ചെയ്യാവേ. യെസ്, അടിപൊളിയായിട്ടുണ്ടല്ലേ. നൈസ്. ആ ജെല്ലിയൊക്കെ കത്തിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ കാണാൻ. എന്തായാലും സംഗതി കിടലിനായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കണ്ടോ, റിയലി യമ്മി കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ നാളികേരം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. ഉറപ്പായിട്ട് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. ഇത് കൂടാണ്ട് നാളികേരം കൊണ്ടൊരു പായസം ഉണ്ടാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പായസമായിരുന്നു. അധികം പേര് കണ്ടിട്ടില്ല. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്ക് അതുകൊണ്ട് കണ്ടു കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ഫ്രം സജീസ് ആൻഡ്